ഇഷ്യൂ ഓഫ് ഷെയർസ്. ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റാണ് ഷെയർ. ചോദ്യം എന്താണെന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ പറയുന്നതായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഷെയർ എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ആർക്കാണ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുക? ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റലിനെ ഈക്വൽ സിംഗിൾ യൂണിറ്റ് ആക്കി തിരിച്ചതിൽ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ ഷെയർ എന്ന് വിളിക്കുക. അപ്പോൾ ആർക്കായിരിക്കും ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുക? ജനറലി ഒരു പബ്ലിക് കമ്പനിക്കാണ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുക. രണ്ട് രീതിയിലുള്ള ഷെയർസാണ് പബ്ലിക് കമ്പനി ഇഷ്യൂ ചെയ്യാറുള്ളത്. ഒന്ന് പ്രിഫറൻഷ്യൽ ഷെയർസും മറ്റൊന്ന് ഇക്വിറ്റി ഷെയർസുമാണ്. പ്രിഫറൻഷ്യൽ ഷെയർ എന്ന് വെച്ചാൽ ഇവർക്ക് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടായിരിക്കും. ഇവരുടെ ഒന്നാമത്തെ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഡിവിഡൻഡ് ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആയിരിക്കും ഇവർ ഷെയർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. രണ്ടാമതായിട്ട് ഇൻ കേസ് ഈ കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുക, അതായത് അടച്ചുപൂട്ടാന്ന് വിചാരിച്ചോ, അടച്ചുപൂട്ടുന്ന സമയത്ത് ആദ്യം ഈ പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിനെ സെറ്റിൽ ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇവരെ സെറ്റിൽ ചെയ്തിട്ടായിരിക്കണം വേറെ ആരതും സെറ്റിൽ ചെയ്യേണ്ടത്. അതാണ് ഇവരുടെ രണ്ട് പ്രിഫറൻഷ്യൽ റൈറ്റ് എന്ന് പറയുന്നത്. സോ പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ഷെയർ ഹോൾഡേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രിഫറൻഷ്യൽ ഷെയർസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്ന സമയത്ത് നേരത്തെ നമ്മൾ പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന് രണ്ട് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. സോ ഇക്വിറ്റി ഷെയർസിന് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടായിരിക്കില്ല. എന്ന് വെച്ചാൽ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് അല്ല. മാത്രമല്ല വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ആദ്യം ക്യാപിറ്റൽ റിട്ടേൺ ആർക്ക് കിട്ടില്ല? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടില്ല. ഏറ്റവും ലാസ്റ്റ്, അതായത് എല്ലാ സെറ്റിൽമെൻറ്റും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ക്യാപിറ്റൽ റീപേയ്മെൻറ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുള്ളൂ. കൂടാതെ ഇവർ റിയൽ ഓണേഴ്സ് ആയിരിക്കും. അതായത് ഇവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിലും അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പ്രാക്ടീസിലും ഒക്കെ പങ്കെടുക്കാനുള്ള റൈറ്റ് ആർക്കാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റോ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ ഡിസിഷൻ മേക്കിങ്ങിലും പങ്കെടുക്കാനുള്ള യാതൊരു വിധത്തിലുള്ള റൈറ്റും അവർക്ക് ഉണ്ടായിരിക്കില്ല. സോ ഈ ഡിഫറൻസുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. സോ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ ഷെയർസുമായി ബന്ധപ്പെട്ട ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയറും പ്രിഫറൻഷ്യൽ ഷെയറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്വന്തമാക്കാൻ സാധിക്കും. സോ ഇതേപോലെയുള്ള കണ്ടന്റ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വരുന്ന ക്രിസ്മസ് എക്സാമിലേക്ക് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.